ഇതാണ് കൂട്ടുകാരെ, എന്തെന്നറിയാമോ ഇത്? ചേമ്പല. പക്ഷെ ഇത് സാധാരണ ചേമ്പല അല്ല കേട്ടോ. ഈ വിത്തുണ്ടായിട്ട് ഇങ്ങനെ നമ്മൾ വിത്തെടുത്ത് കറി വയ്ക്കുന്ന അങ്ങനത്തെ ചേമ്പലല്ല. ഇത് തോരനും കറിക്കും വേണ്ടി മാത്രം എടുക്കുന്ന ചേമ്പായത്. നിങ്ങൾക്കറിയാവോ കറിച്ചേമ്പ്? അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് തോരൻ വെച്ച് നല്ല സൂപ്പറാണ്. മുട്ടയൊക്കെ ഇട്ട് ചിക്കി എടുക്കണം, അടിപൊളിയാ കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ? ഓക്കെ. അടുക്കിയെടുക്കണം, നന്നായിട്ട് അടുക്കിയെടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ തോരൻ സാധാരണ ചെറുതായിട്ടല്ല അരിയാറ്. അപ്പം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്, സൂപ്പറാണ്. ഉള്ളവർ കറി വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ കേട്ടോ. എൻ്റെ ചാനൽ ഫോളോ ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. ചേമ്പിലിതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ റെഡിയാക്കാം. വാ പോവാം കൂട്ടുകാരെ. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, എണ്ണയും ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതാ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്നിട്ടിട്ടുണ്ട്. ഉഴുന്നും പൊട്ടി വരുന്നുണ്ട്. ഉഴുന്ന് നന്നായിട്ടൊന്ന് പൊട്ടണം. ഈ ചീരത്തോരനകത്തെ ഉഴുന്ന് കടിക്കുമ്പോൾ നല്ല രസമാണ്. ഉഴുന്നിങ്ങനെ കരിഞ്ഞു പോകരുതേ, ഉഴുന്ന് കരിഞ്ഞു പോകാതെ എടുക്കണം. ഇതാ പിന്നെ ഉള്ളത് ഉള്ളി, ചുവന്നുള്ളി, വെളുത്തുള്ളി, പിന്നെ മുളക്, ഉണക്കമുളക്, ഇവ അരിഞ്ഞതാണേ. അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഈ ചേമ്പിനെ ചീരച്ചേമ്പെന്ന് പറയും, സുന്ദരി ചേമ്പെന്ന് പറയും, ഇലച്ചേമ്പെന്ന് പറയും. നല്ല പോഷക ഗുണമുള്ള ചേമ്പായത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ഒരുമാതിരി നന്നായിട്ട് ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇതുണ്ടോ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ആ തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാവേ. അത് തേങ്ങ ഇട്ട് കൊടുക്കാം. എല്ലാവരും വിചാരിക്കുമല്ലോ ഇങ്ങനെ ചെയ്യാറില്ലല്ലോ, തേങ്ങ ആദ്യം ഇടാറില്ലല്ലോ. പക്ഷേ ഞാനെപ്പോഴും ഇങ്ങനെ തേങ്ങ ആദ്യം ഇടും. എന്താണെന്നറിയണം, തേങ്ങ ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ച ചുവമാകണം. ഒരു പച്ച ചുവങ്ങ് ഇട്ട് കഴിഞ്ഞാലേ നമ്മൾ ചീരത്തോരൻ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാലും വൈകിട്ടായാലും ഒന്നും ചീത്തയാവത്തില്ല, വളിച്ചു പോകത്തില്ല. അപ്പോൾ അത് കേടാകാതിരിക്കാൻ വേണ്ടി എങ്ങനെ ചെയ്യാം, ഇത്തിരി ഇങ്ങനെ ഒരു പച്ചമണം മാറി കഴിയുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിലിടാം. കണ്ടോ, ഞാൻ ചേമ്പിലോടൊപ്പം ഇല്ലേ കുറച്ച് പച്ചമുളക് എന്ന് പറഞ്ഞാൽ ഇത് ഇതാണ് കാന്താരിയാണ്, വെള്ള കാന്താരിയില്ലേ, അതും കൂടി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇടാം. ഈ ചേമ്പ് ഇവിടെ ഉണ്ടായതല്ല കേട്ടോ, ഞങ്ങളുടെ ചേട്ടൻ കൃഷി ചെയ്യുന്നതാണ്. അവർ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അവർ ഇന്നലെ ഞങ്ങൾ തന്നതാണ്. നല്ല പോഷകഗുണങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് തന്നതാണ്. അപ്പോൾ ഇതിനു മുമ്പ് പക്ഷേ ഞാൻ കറി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു സിസ്റ്റർ കൊണ്ട് തന്നിട്ട് ഞാനിങ്ങനെ കറി വെക്കുന്ന കഴിച്ചായിരുന്നു. അതുകൊണ്ട് അപ്പം ഇന്ന് കറി വെക്കുമ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ചെയ്യണത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ പെട്ടെന്ന് ഒരു സമയം വേണം കൂടി അതിന് ഓയിലുണ്ട്. ചിലപ്പം മഞ്ഞൾ കൂടി കൊടുക്കാം. മഞ്ഞൾ കൂടുതലായി ഒരു ഒരുപാട് ഒന്ന് കൂടിയിട്ട് നമുക്ക് ഒന്ന് അടച്ച് ഒഴിക്കാം. നന്നായിട്ട് എന്ത് വന്നില്ല ചെയ്യുമ്പോൾ ഇതിൽ വെന്ത് തന്നെ അധികം സമയം വേണ്ട. 2 മിനിറ്റ് 3 മിനിറ്റ് തന്നെ പെട്ടെന്ന് അത് വെന്ത് വരും. നമുക്ക് കണ്ടോ ഇല്ലേ, നമുക്ക് ഒന്നും കൂടി നാളെ വെച്ച് വെള്ളം ചെറിയൊരു വെള്ളമയം പോലെ ഈ തേങ്ങയാണ് തോന്നുന്നു, വെള്ളമയുണ്ട് ഈ ചേമ്പിലേക്ക്. അപ്പോൾ അതൊന്ന് പറ്റുന്ന പോലെ നോക്കാം. നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടട്ടെ, അല്ലെങ്കിൽ കഴിക്കുമ്പോൾ ഒരു പച്ച ചോറ് തോന്നും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി തുറന്നു തന്നെ വെക്കണം. ഇനി ഉണ്ടെന്നാ തുറന്ന് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം കേട്ടോ. ഇത്രയുള്ളൂ ചീരത്തോരൻ്റെ പരിപാടി. ചീരത്തോരൻ്റെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും കഴിക്കണം കേട്ടോ. കഴിച്ചിട്ട് പറയണേ
എനിക്ക് ഒത്തിരി ഞാൻ പറയാനാണെങ്കിൽ അങ്ങനത്തെ അറിയത്തില്ല. ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ പറഞ്ഞു പറയുന്നത്. നിങ്ങളുടെ തെറ്റിനൊക്കെ ക്ഷമിക്കാം. ചീര വെന്തിട്ടുണ്ട്. അത് ഇളക്കി കൂട്ടി വരുമ്പോഴേക്കും ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. നമുക്ക് ഇതിലേക്ക് വേറെ കൂട്ടം ചേർക്കാനുണ്ട്. അത് ചേർക്കുമ്പോൾ ഇതിൻ്റെ ശരിക്കും നല്ല ടേസ്റ്റ് വരുന്നത്. എന്താണെന്ന് പറയട്ടെ, ഇതാ കാണിച്ചു തരാമല്ലോ. നമുക്ക് ഇതാണ്ടോ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടേ. ആ പരിപ്പാണ് ഇതിനെ ഏറ്റവും ടേസ്റ്റ് കിട്ടുന്ന സാധനം. അപ്പോൾ നമുക്ക് ഇട്ടാലോ. പരിപ്പ് ചേർത്ത് കഴിയുമ്പോഴേക്ക് ഇവൻ്റെ ടേസ്റ്റ് ലെവൽ ഭയങ്കരമാണ്. പരിപ്പ് അങ്ങനെ വെന്ത് പോകരുത് കേട്ടോ, ഒത്തിരി അങ്ങനെ വെന്ത് പോകരുത്. എങ്കിലേ ഇതുമായിട്ട് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് നല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിച്ച് ഉഴുന്നും പരിപ്പും ഇത് കൂടെ കടിച്ച് വരുമ്പോൾ നമുക്ക് കഴിക്കാം. ചെമ്പിനിങ്ങനെ കുഴപ്പമില്ലാന്നല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഉഴുന്നും പരിപ്പും ഒക്കെ കൂടെ കഴിക്കുമ്പോൾ നല്ല രസമാണ്. എല്ലാവരും ഒന്ന് കഴിച്ചത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. എൻ്റെ ചാനൽ ഫോളോ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ, ലൈക്ക് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാലേ ഇഷ്ടപ്പെട്ട് കാണും, ഇഷ്ടപ്പെടാതിരിക്കില്ല. ശരിയാ.